ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെഷീൻസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് എഫിഷ്യൻസി ഇൻ എ ട്രാൻസ്ഫോമർ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ ആയിരുന്നു. അതിനു മുമ്പ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡലിങ്ങിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇതിനുശേഷം എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഡിസ്കസ് ചെയ്തതിന് ശേഷം വോൾട്ടേജ് റെഗുലേഷനും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുള്ളൂ. അതായത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൻ്റെയും ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൻ്റെയും പ്രോബ്ലംസ് നമ്മൾ ഈ രണ്ട് ടോപ്പിക് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ രണ്ട് ടോപ്പിക് കൂടി കവർ ചെയ്തതിന് ശേഷം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എഫിഷ്യൻസി ഇൻ എ ട്രാൻസ്ഫോമർ. എഫിഷ്യൻസി ഇൻ എ ട്രാൻസ്ഫോമർ. അപ്പോൾ എന്താണ് എഫിഷ്യൻസി എന്നുള്ള കാര്യം എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ എപ്പോഴും പഠിക്കുന്നൊരു കാര്യമാണ് എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ആണ് എഫിഷ്യൻസി. ട്രാൻസ്ഫോമറിൽ നമ്മളൊരു സപ്ലൈ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ വീണ്ടും ട്രാൻസ്ഫോമർ ചെറിയൊരു മോഡൽ വരയ്ക്കുകയാണ്. നമ്മളൊരു സപ്ലൈ കൊടുത്തു, ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, അതേപോലെ തന്നെ എനിക്കൊരു സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ഇവിടെ ഒരു ലോഡ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു ട്രാൻസ്ഫോമർ ഒരു നോർമലായിട്ട് ആക്ട് ചെയ്യണമെന്നായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഇതാണ് എൻ്റെ സപ്ലൈ അല്ലേ, ഇതെൻ്റെ V1, ഇതെൻ്റെ I1. ഓക്കെ, ഇവിടെ എൻ്റെ പ്ലസ് മൈനസ് E1 ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF, ഇവിടെ പ്ലസ് മൈനസ് E2, ഇതെൻ്റെ I2 എന്നിരിക്കാം. ഓക്കെ, അപ്പോൾ അതായത് ട്രാൻസ്ഫോമർ ചെറിയൊരു മോഡലാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ സപ്ലൈ, ഈ സോഴ്സ് ഡെലിവർ ചെയ്യുന്ന പവർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ഈ സോഴ്സ് ഡെലിവർ ചെയ്യുന്ന പവർ ഈ ലോഡിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. മാത്രമല്ല ഇതിൽ ലോസസ് കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. നമ്മൾ മോഡൽ ചെയ്യാൻ പഠിച്ചു, നമ്മൾ കോർ ലോസ് എന്താണ്, കോപ്പർ ലോസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറിൽ നമ്മൾ സപ്ലൈയിൽ നിന്നും എടുക്കുന്ന പവർ ഒന്ന് ലോഡ് പവറും, പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ലോസസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോസസിനെ മീറ്റ് ചെയ്യാൻ കൂടിയുള്ള പവറാണ്. അപ്പോൾ രണ്ട് പവറാണ് നമ്മുടെ ഇൻപുട്ട് പവർ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ കോർ ലോസും കോപ്പർ ലോസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോർ ലോസ് പ്ലസ് കോപ്പർ ലോസ്, ഈ രണ്ട് ലോസസാണ് ട്രാൻസ്ഫോമറിലുള്ളത് അല്ലേ. ഫ്രിക്ഷൻ ലോസും വിൻറ്റേജ് ലോസസും ഒന്നും ട്രാൻസ്ഫോമറില്ല. കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടൊന്നുമില്ല അല്ലേ. ട്രാൻസ്ഫോമർ തന്നെ ഒരു സ്റ്റേഷനറി ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന എലമെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിക്ഷൻ ലോസും വിൻറ്റേജ് ലോസസും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കോർ ലോസും കോപ്പർ ലോസും ഉണ്ട്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ലോസസാണ് കോർ ലോസും കോപ്പർ ലോസും. അപ്പോൾ ഇൻപുട്ട് പവർ കോർ ലോസും കോപ്പർ ലോസും മീറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഇൻപുട്ട് പവർ ഈസ് നോട്ട് ക്ലാസിഫൈ ചെയ്യുന്നതല്ലാതെ ഞാൻ ഇൻപുട്ട് പവർ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇൻപുട്ട് പവർ കോർ ലോസും കോപ്പർ ലോസും മീറ്റ് ചെയ്യാനും, പിന്നെ ഔട്ട്പുട്ട് പവർ അതായത് ലോഡ് പവറും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻപുട്ട് പവറിൽ ഈ രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഒന്ന് കോർ ലോസും കോപ്പർ ലോസും ഉണ്ട്, ഒന്ന് ലോഡ് പവർ ഉണ്ട്. ലോഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പവറെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ എനിക്ക് ഇൻപുട്ട് പവറിന് നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ലോഡ് പവർ, അതായത് ഔട്ട്പുട്ട് പവർ തന്നെ ഞാൻ എഴുതാം. ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ്, ഇനി ഇത് കൂടെ പ്ലസ് ലോസസ് ഇത് കൂടെ. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ് എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജ് വരാം. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ലോസസിന് മീറ്റ് ചെയ്യാൻ, അതായത് കോർ ലോസും കോപ്പർ ലോസസിന് മീറ്റ് ചെയ്യാനും, രണ്ടാമത് ഔട്ട്പുട്ട് പവറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് പവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് പവറിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. എന്താണ് നമുക്ക് എഴുതാം, ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി അറ്റ് എ പർട്ടിക്കുലർ ലോഡ്, ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ലോഡാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ കോപ്പർ ലോസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ലോഡ് കോപ്പർ ലോസും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ലോഡുള്ള കോപ്പർ ലോസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു,
ഐ സ്ക്വയർ ആർ ആയിരുന്നു ഫുൾ ലോഡ് ലോസസ്, അതായത് I2 സ്ക്വയർ. സെക്കൻഡറിയിലാണെങ്കിൽ ഫുൾ ലോഡ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് I2 സ്ക്വയർ ഇൻറ്റു R2 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോഡിലാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എക്സ് ഇൻറ്റു I2 ഹോൾ സ്ക്വയർ ഇൻറ്റു R2 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എസ് സ്ക്വയർ I2 സ്ക്വയർ R2 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എസ് സ്ക്വയർ ഫുൾ ലോഡ് കോപ്പർ ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പർ ലോസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പാർട്ടിക്കുലർ ലോഡായിരിക്കും. ആ സമയത്തുള്ള കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഓർമ്മപ്പെടുന്നതാണ്, അതായത് ഫുൾ ലോഡ് ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫുൾ ലോഡിൽ നിങ്ങൾക്ക് ഒരു പവർ ഉണ്ടായിരുന്നു വെച്ചു, ഹാഫ് ലോഡ് ആകുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും 0.5 ഹോൾ സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ചെയ്യും. വീഡിയോ ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിലുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി അറ്റ് പർട്ടിക്കുലർ ലോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസി അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വോൾട്ട് ആംപിയർ ഇൻറ്റു കോസ് പൈ ഡിവൈഡഡ് ബൈ എക്സ് വോൾട്ട് ആംപിയർ ഇൻറ്റു കോസ് പൈ പ്ലസ് എക്സ് സ്ക്വയർ ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന മിക്ക ഇക്വേഷൻസ് ഇങ്ങനെയായിരിക്കും. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ഡിവൈഡഡ് ബൈ വി ഐ കോസ് ഫൈ പ്ലസ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. ഇങ്ങനെയായിരിക്കും എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് ഫുൾ ലോഡിൻ്റെ കേസിലാണ് ഈ കണ്ടീഷൻ മാത്രം അപ്ലിക്കബിൾ ഉള്ളൂ കേട്ടോ. ഈ വോൾട്ട് ഇൻറ്റു കറണ്ട്, വോൾട്ടേജ് ഇൻറ്റു കറണ്ടിനാണ് ഞാൻ വോൾട്ട് ആംപിയർ എന്ന് എഴുതിക്കുന്നത്, വേറെ ഒന്നുമല്ല. സോ വോൾട്ടേജ് ഇൻറ്റു കറണ്ടിൻ്റെ കോസ് ഫൈ ആണ് നമ്മുടെ റിയൽ പവർ, വോൾട്ടേജ് ഇൻറ്റു കറണ്ടിൻ്റെ കോസ് ഫൈ ആണ് റിയൽ പവർ. പിന്നെ കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ലോഡ് കണ്ടീഷനിലാണ് വരിക. മിക്ക പ്രോബ്ലംസ് ഫുൾ ലോഡിലായതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ശരിക്കും ഒരു പർട്ടിക്കുലർ ലോഡിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് എഫിഷ്യൻസി അറ്റ് എ പർട്ടിക്കുലർ ലോഡ്, എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ലോഡ്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ അറ്റ് 75% ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75 ആയിരിക്കും. ഓക്കെ, 0.75 ആയിരിക്കും. അപ്പോൾ എക്സ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ് ആയിരിക്കും ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഇപ്പോൾ പഠിക്കുക, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ എക്സും എങ്ങനെയാണെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇനി രണ്ട് കണ്ടീഷൻസ് നമുക്ക് ഇത് നോക്കണം. എപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക, എപ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു മാക്സിമം അല്ലെങ്കിൽ നമ്മളൊരു മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ പർട്ടിക്കുലർ ഏത് കാര്യത്തിനാണോ നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ വാരിയബിൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേരിയബിൾ ആയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പവർ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ആദ്യ കണ്ടീഷൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന കണ്ടീഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ചെയ്യാം ഡി എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ ഡി എക്സ്. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ലോഡ്, ദാറ്റ് പുട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് 0 ചെയ്യുക. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കിട്ടും. ആ കണ്ടീഷനാണ് മാക്സിമം എഫിഷ്യൻസി ഉള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഞാനിവിടെ ഡിഫറൻസിയേഷൻ ഫുള്ള് ചെയ്യുന്നില്ല. ആ കണ്ടീഷൻ ഇതാണ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ്. അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നമുക്ക് ട്രാൻസ്ഫോമറിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടുക. ആ കണ്ടീഷനിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പവർ ഫാക്ടർ നമുക്ക് വേരി ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സമയത്ത് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് വിൽ ബി ഈസ് ഈക്വൽ ടു കോർ ലോസ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, എക്സിൻ്റെ ഏത് ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോർ ലോസ് ഡിവൈഡഡ് ബൈ കോപ്പർ ലോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഞാൻ എന്ത് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു പി കോർ ഡിവൈഡഡ് ബൈ പി സി യു. പി സി യു എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ് ആണ്. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഏത് പർട്ടിക്കുലർ ലോഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഫൈൻ.
അപ്പോൾ നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഏത് പർട്ടിക്കുലർ ലോഡിലാണ് എഫിഷ്യൻസി മാക്സിമം ഉള്ളതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുക. ചിലപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഈക്വൽ ടു കോർ ലോസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കുക. ആ എക്സ് ഇവിടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എക്സിൻ്റെ വോൾട്ട് ആമ്പിയർ ഇൻറ്റു കോസ് ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എഫിഷ്യൻസി ചെയ്യും. പേടിക്കേണ്ട, നമ്മൾ ഇതിനെല്ലാം പ്രോബ്ലംസ് ചെയ്യുന്നതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ആയിരിക്കും. ഇനി ഇഫ് ഫോർ എക്സാമ്പിൾ ലോഡ് വേരി ആവുന്നില്ല, ലോഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ മാക്സിമം എഫിഷ്യൻസി എങ്ങനെയാണ് ഏത് കണ്ടീഷനിലാണ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പവർ ഫാക്ടർ ആയിരിക്കും അവിടെ വേരി ചെയ്യുക അല്ലേ. അപ്പോൾ പവർ ഫാക്ടർ മാക്സിമം എഫിഷ്യൻസി നമുക്ക് എവിടെ കിട്ടാം? പവർ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ് ഫൈ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആയിരിക്കും. കോസ് ഫൈ ഈസ് ഈക്വൽ ടു 1 എന്ന കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം ആയിട്ടുള്ള എഫിഷ്യൻസി കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ എഫിഷ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ആകെ ഒരു ഒറ്റ പ്രോബ്ലം അല്ലെങ്കിൽ ഒറ്റ ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യമുള്ളൂ. രണ്ട് ഇക്വേഷൻസ് ഓർക്കേണ്ട കാര്യമുള്ളൂ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ചെയ്ത് തന്നെ പെർസെൻറ്റേജ് എഫിഷ്യൻസി കിട്ടി. അതിന് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വോൾട്ട് ആംബിയർ കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വോൾട്ട് ആംബിയർ കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ് ആയിരിക്കും നമ്മുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ മാക്സിമം എഫിഷ്യൻസിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ അഡീഷണൽ പോയിന്റ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഒരു മിസ്ലിനിയസ് ടോപ്പിക്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് റെഗുലേഷനാണ്. എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വോൾട്ടേജ് റെഗുലേഷൻ അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ, ഞാൻ വീണ്ടും ട്രാൻസ്ഫോമറിൻ്റെ ഒരു മോഡൽ വരയ്ക്കാം. ഇക്വലൻറ്റ് മോഡൽ വരയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഇവിടെ R1 പ്ലസ് R2 ഡാഷ്, ഇവിടെ X1 പ്ലസ് X2 ഡാഷ്, ഇവിടെ ലോഡ്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ ഞാൻ പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്തു കേട്ടോ. സെക്കൻഡറി സൈഡിൽ നിന്ന് പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള ഒരു മോഡലിംഗ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ R1 പ്ലസ് R2 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ്, X1 പ്ലസ് X2 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അടുത്ത എന്താ പറയുക റിയാക്ടൻസ് വരാം. ഇവിടെ ഒരു ലോഡ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പ്രൈമറി നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു അല്ലേ. പ്രൈമറി നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോമറിൽ എന്ത് ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ ആക്ഷൻ കാരണം കൊണ്ട് സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാണ്. ആ സെക്കൻഡറി ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തു, സെക്കൻഡറി സൈഡിൽ ഒരു ലോഡ് കണക്ട് ചെയ്തു, അതിനുശേഷം ആ ലോഡിലേക്ക് ഒരു വോൾട്ടേജ് എത്തി. പക്ഷേ നമ്മൾ എന്താണ് പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജ് ഒരിക്കലും നമുക്ക് സെക്കൻഡറി സൈഡിൽ കിട്ടില്ല. അതായത് ഫോർ എക്സാമ്പിൾ ലോസസ് ഇല്ലാതെ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഇല്ലാതെ നമുക്ക് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ R1 X1 കൂടി ഉണ്ട്, X1 വരച്ചിട്ടില്ല എന്നിരിക്കാം. ഇവിടെ R2, ഇവിടെ ലോഡ്, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം എന്ത് ചെയ്യും, ഇവിടെ V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇവിടെ നമുക്ക് ഒരിക്കലും ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റെസിസ്റ്റൻസിലും റിയാക്ടൻസിലും ഒരു ഡ്രോപ്പ് ഉണ്ടായിരിക്കും, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് കൂടി ഉണ്ടായിരിക്കും. ആ ഡ്രോപ്പിന് ശേഷമുള്ള വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ആ വോൾട്ടേജിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ചുള്ള വോൾട്ടേജാണ് നമുക്ക് V2 കിട്ടുള്ളൂ. ആ V2 നിന്നും പിന്നെയും ഒരു ഡ്രോപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ലോഡിലേക്ക് ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾക്കൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ആ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഒരു റേഷ്യോ അത് എത്രയാണെന്ന് നോക്കുന്നതാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ യഥാർത്ഥ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ആണ് ഞാൻ പറയുന്നത്. ഡയറക്റ്റ് തന്നെ പറയുന്നത് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു, ഞാൻ സെക്കൻഡറി സൈഡിൽ വിത്ത് റെസ്പെക്റ്റ് ആണ് പറയുന്നത്, V2 അറ്റ് നോ ലോഡ് മൈനസ് V2 റേറ്റഡ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ V2 അറ്റ് നോ ലോഡ് ഇൻറ്റു 100. സോ നോ ലോഡിലുള്ള V2 ലോഡ് റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, V2 അറ്റ് ലോഡാണ് പറയാൻ പറ്റുള്ളൂ. V2 അറ്റ് ലോഡാണ് പറയാം. V2 അറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ V2 അറ്റ് നോ ലോഡ് ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് വോൾട്ടേജ് റെഗുലേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ V2 അറ്റ് നോ ലോഡ് മൈനസ് V2 അറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ V2 അറ്റ് നോ ലോഡ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക്
വരിക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിനുള്ള വോൾട്ടേജ് റെഗുലേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ലാഗിങ് ലോഡ് നോക്കാം. ഫസ്റ്റ് വൺ ലാഗിങ് ലോഡ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ് ഉണ്ട്. ലാഗിങ് ലോഡ് ഉണ്ട്, ലീഡിങ് ലോഡ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റി പവർ ഫാക്ടർ ലോഡ് ഉണ്ട്. അപ്പോൾ ഓരോ കേസിലും എങ്ങനെയായിരിക്കും പവർ ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ സെക്കൻഡറി സൈഡിൽ, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ ഞാനൊരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ലാഗിങ് ലോഡാണെന്നാണ് അസ്യൂം ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ സെക്കൻഡറി സൈഡിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സൈഡിൽ എന്ത് സംഭവിക്കും? സെക്കൻഡറി സൈഡിൽ ഒരു V2 ഉണ്ട് അല്ലേ, നോക്കാം. ഒരു V2 ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് R2 ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, പ്രൈമറി സൈഡിനെ സെക്കൻഡറി സൈഡിലോട്ട് റെഫർ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. V1 ഡാഷ് R1 ഡാഷ് പ്ലസ് R2 X1 ഡാഷ് പ്ലസ് X2 ഇത് V2 ലോഡ് VL ആയിരിക്കും വരിക. സോ ഇത് VL ആണ് വരിക. സോ ഞാനിപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അതും സെക്കൻഡറി സൈഡിലുള്ള ഇക്വേഷൻസ് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. കാരണം സെക്കൻഡറി സൈഡിലാണ് നമ്മുടെ ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിലെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു? പ്രൈമറി സൈഡിൽ നിന്നും ഞാൻ സെക്കൻഡറി സൈഡിലേക്ക് റെഫർ ചെയ്തു. ഓക്കെ, V1 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് ആയിട്ട് ഞാൻ റെഫർ ചെയ്തു. അതിനുശേഷം R1 പ്ലസ് R2 ഡാഷ് ഉണ്ടായിരുന്നു, X1 പ്ലസ് X2 ഡാഷ് ഉണ്ടായിരുന്നു, ഒരു ലോഡ് ഉണ്ടായി, VL എന്ന് പറഞ്ഞിരിക്കുന്ന ലോഡ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ലോഡും എന്താണ്, ഈ ലോഡിൽ കൂടെ ഒരു കറണ്ട് പോകുന്നുണ്ട് അല്ലേ, SCM ആണ്, I2 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് പോകുന്നുണ്ട്. ഈ VL വരെ ഞാൻ V2 തന്നെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ലോഡ് ലാഗിങ് ലോഡാണ്. അപ്പോൾ ലാഗിങ് ലോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ടിനെ ലീഡ് ചെയ്യും അല്ലേ, വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യും, കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യായിരിക്കും ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് വരച്ചു? ഞാൻ ആദ്യം തന്നെ റെഫറൻസ് ആയിട്ട് ഞാൻ എന്ത് വരച്ചു? ഞാൻ V2 വരച്ചു. V2 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് ഞാൻ റെഫറൻസ് ആയിട്ട് വരച്ചു. ഞാൻ അതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോകണം. അതിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് I2 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കറണ്ട് വരച്ചു. ഇത് തമ്മിലുള്ള ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആംഗിളായിട്ട് ഞാൻ വിളിച്ചു. തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആംഗിൾ വിളിച്ചു. അതായത് V2 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വോൾട്ടേജ്, ലോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും I2 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ലോഡിൽ കൂടെ പോകുന്ന കറണ്ടുമാണ്. ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ലാഗിങ് പവർ ഫാക്ടർ ലോഡ് ആയതുകൊണ്ട് തന്നെ V2 I2 തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. ഇതിപ്പോൾ വോൾട്ടേജിനെ ലാഗ് ചെയ്തിട്ടാണ് ഉള്ളത്. ലീഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലാണ് വരയ്ക്കുക I2, ഇത് പക്ഷേ ലാഗ് ചെയ്യാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് V1 ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് V1 ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫേസർ ഡയഗ്രാം വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ V1 ഡാഷ് എന്ന് കണ്ടുപിടിക്കാം? V1 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം വെക്റ്റർ സം ആയിരിക്കും. നമുക്ക് വെക്റ്റേഴ്സ് ആണ് വേണ്ടത്, വെറുതെ മാഗ്നിറ്റ്യൂഡ് പോരാ, വെക്റ്റർ സം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ V2 കിട്ടിയിട്ടുണ്ട്, I2 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും ഇക്വേഷൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നോർമലായിട്ട് നമ്മളൊരു ഇക്വേഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം മൈനസ് V1 ഡാഷ് പ്ലസ് I2 ഇൻറ്റു ഇതിന് ഞാൻ R1 ഡാഷ് പ്ലസ് R2 ഡാഷ് ഞാൻ R ഇക്വലൻ്റ് വരച്ചു. R ഇക്വലൻ്റ് പ്ലസ് J ഇൻറ്റു I2 ഇൻറ്റു X ഇക്വലൻ്റ് പ്ലസ് V2 ഈസ് ഈക്വൽ ടു 0 നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഇതിനെന്ത് വരയ്ക്കാം? V1 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? V2 പ്ലസ് I2 ഇൻറ്റു R ഇക്വലൻ്റ് പ്ലസ് J I2 ഇൻറ്റു X ഇക്വലൻ്റ് ആണ് അല്ലേ? ഇങ്ങനെയല്ലേ വരിക? അതായത് ഞാനിവിടെ ജസ്റ്റ് KVL അപ്ലൈ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. V1 ഡാഷ്, അതായത് ഇവിടെ ഒരു KVL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞാൻ +2 മൈനസിൽ V1 ഡാഷ് വന്നു. അപ്പോൾ മൈനസ് V1 ഡാഷ് പ്ലസ് I2 ഇൻറ്റു R ഇക്വലൻ്റ് പ്ലസ് J I2 ഇൻറ്റു X ഇക്വലൻ്റ് പ്ലസ് V2 ഇസ് ഈക്വൽ ടു 0. സോ V1 ഡാഷ് വിൽ ബി ഈക്വൽ ടു V1 ഡാഷിനെ ഞാൻ ഇവിടെ ആ സൈഡിലേക്ക് കൊണ്ടുപോയി V2 പ്ലസ് I2 R ഇക്വലൻ്റ് പ്ലസ് J I2 X ഇക്വലൻ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും KVLും KCLും എല്ലാം അപ്ലൈ ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അതും കൂടി ഞാനതിൽ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സമയമായിട്ട് പോകും. നെറ്റ്വർക്ക് തിയറിയിൽ നിങ്ങൾ KVLും KCLും ഒക്കെ പഠിക്കുന്നതാണ്, ഒന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ മുമ്പ് ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ V2 ഉണ്ട്. അപ്പോൾ V2വിൻ്റെ കൂടെ I2 R ഇക്വലൻറ്റും J I2 X ഇക്വലൻറ്റും കൂടി നമ്മൾ
വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് V1 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന വെക്റ്റർ കിട്ടും. ഇത് വെക്ടോറിയലാണ്, ഫേസ് ഡയഗ്രാം ആണ്, അപ്പോൾ വെക്റ്റർ സമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, V2 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വെക്റ്റർ എന്തെങ്കിലും ഉണ്ട്. ഇനി I2 R equivalent ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, I2 ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, റെസിസ്റ്റൻസിൽ കൂടെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലുള്ള ഒരു വോൾട്ടേജിനും കറണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും ഒരേ ഫേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ I2 ഏത് ഫേസിലാണോ അതേ ഫേസിലായിരിക്കും അതിലുണ്ടായിരിക്കുന്ന വോൾട്ടേജ് ഉണ്ടാവുക, അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഉണ്ടാവുക. അപ്പോൾ I2 R2 എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും, ഇതേ ഫേസിൽ തന്നെയായിരിക്കും. മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടായിരിക്കും, കാരണം R2 ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അവരുടെ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് I2 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് ഏത് ഫേസിലാണോ അതേ ഫേസിൽ തന്നെയായിരിക്കും. അപ്പോൾ V2ൻ്റെ കൂടെ എനിക്ക് കറക്റ്റ് ഇതേ ഇതിൽ തന്നെ വരാം, I2 R2 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വെക്റ്ററും കൂടി എനിക്ക് കിട്ടി. ഓക്കെ, I2 ഏത് ഫേസിലാണോ അതേ ഫേസിൽ തന്നെയായിരിക്കും I2 R2 എന്ന് പറഞ്ഞത്. I2 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ അതെനിക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്, JI2 X2 ആണ് വേണ്ടത്. J എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്, J എന്ന് പറയുന്ന ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആംഗിൾ 90 ആയിരിക്കും വരും. J എന്ന് പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം. ഓക്കെ, 90 ഡിഗ്രി ലീഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ കറണ്ടിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യാണ്. ലീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സൈഡാണ് അല്ലേ, ക്ലോക്ക് വൈസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലോക്ക് വൈസ് ആണ് ലാഗിങ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ലീഡിംഗ് എന്ന് പറയാം. അപ്പോൾ JI2 X2 എന്ന് പറഞ്ഞിരിക്കുന്നത് ലീഡിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ലീഡ് ചെയ്യണം അല്ലേ, ഏത് 90 ഡിഗ്രി. അപ്പോൾ ഇതിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിരിക്കും വരിക. ഞാൻ വരയ്ക്കുകയാണ്, ലീഡ് ചെയ്യുന്ന വരച്ച് 90 ഡിഗ്രി വരയുടെ ഒരു നോക്കണ്ട, കാര്യം മനസ്സിലാക്കിയാൽ മതി. I2 X2 ആയിരിക്കും വരിക. ഇത് നമ്മളുടെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, V2 വരച്ചു, I2 R2 വരച്ചു, I2 X2 വരച്ചു. ഇനി ഇതിൻ്റെ എല്ലാം വെക്ടോറിയൽ സമ്മായിരിക്കും നമ്മുടെ V1 ഡാഷ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ V1 ഡാഷ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ V1 ഡാഷ് എന്ന് പറയാം. അപ്പോൾ V1 ഡാഷ് ഈസ് ഈക്വൽ ടു V2 + I2 R2 + I2 X2. ഇവിടെ ഒരു J കൂടെ ഉണ്ട്, JI2 X2 ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാന്ന് കണ്ടുപിടിക്കുക. ഓക്കെ ഫൈൻ. സോ ഞാൻ ഈ വരേനെ അങ്ങോട്ട് നീട്ടി കേട്ടോ, ഈ ലൈനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലൈന് ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, പച്ചമശി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ സിമിലർലി ഈ ആംഗിളും തീറ്റയായിരിക്കും. ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റേനേക്കാളും നല്ലത് ഫൈ വരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. തീറ്റ വേണ്ട, ഫൈ ആയിരിക്കും കുറച്ചിന് പറയാൻ എളുപ്പം, ഫൈ. സോ എന്താണ്, ലാഗിങ് ലോഡിൻ്റെ വോൾട്ടേജും കാരണം നമ്മളുള്ള ആംഗിൾ ഫൈ ആണ്, ഫൈ എന്ന് പറയും. അപ്പോൾ ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആയിരിക്കും. ഈ ആംഗിൾ ഫൈ ആണെന്ന് വെച്ചാൽ ഈ ആംഗിൾ 90 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, ബാക്കി എത്ര ഉണ്ടാവുക, ബാക്കി നിങ്ങൾ ടോട്ടൽ 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 180 - 90 + 5 ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, കാരണം ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ ഫൈ ആണ്, ഈ ആംഗിൾ 90 ആണ്, ബാക്കിയുള്ള ആംഗിൾ വരിക എന്ന് പറഞ്ഞാൽ 90 - 5 ആയിരിക്കും വരിക. അപ്പോൾ ഈ ആംഗിൾ 90 - 5 ആയിരിക്കും വരിക. ഈ ആംഗിൾ 90 - 5 ആണെങ്കിൽ ഈ ആംഗിളും 90 - 5 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് 3 ആംഗിൾസ് കിട്ടി കേട്ടോ. സോ ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഫൈ ആണ്, അതായത് ലോഡും അതിലൂടെ പോകുന്ന കറണ്ടും തമ്മിലുള്ള പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈ ആണ്. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആയിരിക്കും. ഈ ആംഗിൾ ഫൈ ആണ്, ഈ ആംഗിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു 90 ആണ് എങ്കിൽ ഈ ആംഗിൾ, ഈ ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 - 5 ആണ്. ഈ ചെറിയ ആംഗിൾ 90 - 5 ആണെങ്കിൽ ഈ ആംഗിൾ 90 - 5 ആയിരിക്കും. എന്തിനാണെന്ന് പറയുന്നത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് V1 ഡാഷിന് വേണ്ടിയിട്ടൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ V1 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വെക്ടറിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും, കോസ് കമ്പോണൻ്റ് ഉണ്ടായിരിക്കും, സൈൻ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നോലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നോലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോർലോസ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് I0 × cos φ യും അതുപോലെ തന്നെ എന്താ പറയുക കോപ്പർലോസ് കമ്പോണൻ്റ് പറയുന്നത് അല്ല മാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് I0 × sin φ0 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ വെക്ടറിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇതാണ് വെക്ടർ V1 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് V1 cos φ ആയിരിക്കും വരിക, ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് V1 sin φ ആയിരിക്കും വരിക. ഈ 2 കമ്പോണൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ സിമിലർലി നമുക്ക് ഈ ഒരു വെക്ടറിനെയും അതേപോലെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം. ഈ ഒരു വെക്ടറിനെ നമുക്ക് അതേപോലെ നോക്കാം. എങ്ങനെയാണ്, ഈ V1 ഡാഷ്, ഈ V1 ഡാഷിൻ്റെ ഇത്രയുമുള്ള, അതായത്
ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെയുള്ള കറസ്പോണ്ടിങ് ലെങ്ത്ത് എന്ന് പറയാം. ഈ ആംഗിൾ ഞാൻ ഡെൽറ്റ എന്ന് വിളിച്ചു കേട്ടോ. എസ്റ്റിമേറ്റ് ആസ് എ ഡെൽറ്റ. V1 ഡാഷും V2 തമ്മിലുള്ള ആംഗിൾ ഞാൻ ഡെൽറ്റ വിളിച്ചു. അപ്പോൾ നമുക്കറിയാം V1 ഡാഷ് ഇൻറ്റു കോസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ തൊട്ടുള്ള ഇവിടെ വരെയുള്ള ലെങ്ത്താണ് V1 ഡാഷ് ഇൻറ്റു കോസ് ഡെൽറ്റ. കാരണം ഡെൽറ്റ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൊറിസോണ്ടലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡിലുള്ള ലെങ്ത്തിനെ നമുക്ക് V1 ഡാഷ് കോസ് ഡെൽറ്റ എന്ന് പറയും. ഏത് ആംഗിളാണോ അതിൻ്റെ ഇൻറ്റു കോസ് ഫോം ചെയ്യാം. അപ്പോൾ V1 ഡാഷ് ഇൻറ്റു കോസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്തൊക്കെ വരും? V2 വരാം, അതേപോലെ തന്നെ ഈ പർട്ടിക്കുലർ V2 വരാം, അതേപോലെ തന്നെ ഇവിടം തുടങ്ങി ഇവിടെ വരെയുള്ള ലെങ്ത്ത് വരാം, അത് തുടങ്ങി ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത്തും വരാം അല്ലേ? അപ്പോൾ ഈ രണ്ട് ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടം വരെയുള്ള ഇവിടം തൊട്ടുള്ള ലെങ്ത്ത് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ I2 R2 എന്ന് പറഞ്ഞിരിക്കുന്ന വെക്റ്ററിൽ ഇതിൽ ചെറുതാക്കി വരയ്ക്കാൻ ആകുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കുന്നത്. I2 R2 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പർട്ടിക്കുലർ വെക്റ്ററിലെ ഈ പർട്ടിക്കുലർ വെക്റ്ററിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഈ ഒരു കമ്പോണൻറ്റും ഒന്ന് ഈ ഒരു കമ്പോണൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആംഗിൾ അല്ലേ? ഇവിടെയാണ് നമ്മുടെ ആംഗിൾ. ഈ വെക്ടറിൻ്റെ ആംഗിളിനെ കറസ്പോണ്ട് ഉള്ള സൈഡിലായിരിക്കും എന്ത് വരും? കോസ് വരിക. അതിൻ്റെ 90 ഡിഗ്രി ആയിരിക്കും സൈൻ വരിക. അപ്പോൾ ഇതാണ് സൈൻ കമ്പോണൻറ്റ്, ഇതാണ് കോസ് കമ്പോണൻറ്റ് വരിക. അപ്പോൾ ഈ ലെങ്ത് എന്താണ് വരിക? I2 R2 ഇൻറ്റു കോസ് φ2. അപ്പോൾ ആദ്യം V2 ഉണ്ട്, V2 പ്ലസ് I2 R2 ഇൻറ്റു കോസ് φ1. അപ്പോൾ ഇവിടെ വരെ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് ഈ ലെങ്ത്താണ് കിട്ടേണ്ടത് അല്ലേ? ഈ ലെങ്ത് കിട്ടണത് എങ്ങനെയാണ് കിട്ടുക? ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം I2 R2 ഇൻറ്റു സൈൻ φ എന്താണ് കമ്പോണൻറ്റ് വരിക? ഇത് I2 X2. ഇതല്ലേ വെക്ടർ? ഇതാണ് വെക്ടർ നമ്മളെ. ഈ വെക്ടറിൻ്റെ ഇതാണ് വെക്ടർ തന്നെ. I2 X2ൻ്റെ വെക്ടർ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ വെക്ടറിൻ്റെ കോസ് കമ്പോണൻറ്റ് ഇതായിരിക്കും വരിക അല്ലേ? കോസ് കമ്പോണൻറ്റ് ഇതും വരും, സൈൻ കമ്പോണൻറ്റ് ഇതാണ് വരിക. നോക്കുക, വെക്ടർ ഇതാണ് കേട്ടോ. വെക്ടർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് I2 X2. അപ്പോൾ ഇതിൻ്റെ കോസ് കമ്പോണൻറ്റ് ഇവിടെയും സൈൻ കമ്പോണൻറ്റ് ഇവിടെയാണ് വരിക. ഇവിടെ ഏതാണോ ആംഗിൾ അതിനനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയാൽ 90 മൈനസ് φ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I2 X2 ഇൻറ്റു കോസ് 90 മൈനസ് φ എന്ന് എഴുതാം. അപ്പോൾ I2 X ഇൻറ്റു കോസ് 90 മൈനസ് φ എന്താ? കോസ് 90 മൈനസ് φ എന്ന് പറഞ്ഞാൽ സൈൻ φ ആണ്. അപ്പോൾ നമുക്കതിൽ എഴുതാൻ പറ്റും I2 X2 സൈൻ φ എന്ന് എഴുതാം. ഓക്കെ, അതായത് ഈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് I2 X2 സൈൻ φ ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും പ്ലസ് I2 X2 സൈൻ φ എന്ന്. സോ നമുക്കറിയാം V1 ഡാഷ് കോസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു V2 പ്ലസ് I2 R2 കോസ് φ പ്ലസ് I2 X2 സൈൻ φ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഡെൽറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഭയങ്കര സ്മോൾ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഭയങ്കര സ്മോൾ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കോസ് ഡെൽറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സ്മോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നെഗ്ലിജിബിൾ സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്യാം. നിയർലി ഈക്വൽ ടു 1 ആയിരിക്കും വരിക. ഡെൽറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഭയങ്കര സ്മോൾ ആയതുകൊണ്ട് കോസ് ഡെൽറ്റ വിൽ ബി നിയർലി ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് 90 എത്രയാണ്? 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ചെറുതാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി അപ്രോച്ചിങ് ടു ദാറ്റ് ഓഫ് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോസ് ഡെൽറ്റനെ നിയർലി ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും V1 ഡാഷ് ഈസ് ഈക്വൽ ടു V2 പ്ലസ് I2 R2 കോസ് φ പ്ലസ് I2 X2 സൈൻ φ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ V2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും V1 ഡാഷ് മൈനസ് V2 ഈസ് ഈക്വൽ ടു I2 R2 കോസ് φ പ്ലസ് I2 X2 സൈൻ φ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ V1 ഡാഷ് മൈനസ് V2 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. എന്താണ് ഈ V1 ഡാഷ്, എന്താണ് ഈ V2 എന്നാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ ഈ V1 ഡാഷ് എന്ന് പറയുന്നതാണ് നോ ലോഡ് വോൾട്ടേജ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു V അറ്റ് നോ ലോഡ് മൈനസ് V അറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ V അറ്റ് നോ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അതിൽ ഈ V അറ്റ് നോ ലോഡാണ് നമ്മുടെ V1 ഡാഷ് എന്ന് പറയുക. സോ V1 ഡാഷ് മൈനസ് V2 ഇനി നമുക്ക് എന്താണ് ഡിവൈഡഡ് ബൈ V1 ഡാഷ് ചെയ്താൽ മതി അല്ലേ? ഡിവൈഡഡ് ബൈ V1 ഡാഷ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് റെഗുലേഷൻ കിട്ടുക. അപ്പോൾ ഞാൻ ഈ ടോട്ടൽ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ V1 ഡാഷ് ചെയ്തു. ഓക്കെ, ഞാനിത് മായ്ക്കുന്നുണ്ട്. നിങ്ങൾക്കിതെല്ലാം ക്ലിയർ ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സോ
V1 dash മൈനസ് V2 ഡിവൈഡഡ് ബൈ V1 dash എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ V1 dash എന്ന് കണ്ടെന്ന് വരില്ല. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ വേറെ നൊട്ടേഷൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ആ ഒരു V1 തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ V2 അറ്റ് നോലോഡ് തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. ഞാനിത് പ്രൈമറി സൈഡിനെ സെക്കൻഡിലേക്ക് റെഫർ ചെയ്ത ഒരു ബേസിസിലാണ് പറയുന്നത്, പക്ഷേ കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്കറിയാം V1 ഡിവൈഡഡ് ബൈ V1 dash minus V2 divided by V1 dash is equal to I2 R2 cos phi plus I2 X2 sin phi. ഇനി എന്താണ് V1 dash? V1 dash is nothing but this V2 തന്നെയാണ്. V1 dash is nothing but V2. ഈ V2 അല്ല, ഈ V2 എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡാണ് കേട്ടോ. V2 അറ്റ് ലോഡാണ്. ഈ V1 dash എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറിയിലേക്ക് നമ്മൾ റെഫർ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ആണ്. പ്രൈമറി വോൾട്ടേജിനെ നമ്മൾ സെക്കൻഡറിയിലേക്ക് റെഫർ ചെയ്താണ്. അപ്പോൾ ആ V1 dash എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറിയിൽ ഉണ്ടായിരിക്കുന്ന നോ ലോഡ് വോൾട്ടേജ് എന്തോ അത് തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് ക്ലിയർ ആയി പറഞ്ഞുതരാം. നമ്മൾ വോൾട്ടേജിനെ സെക്കൻഡറിയിലേക്ക് റെഫർ ചെയ്യില്ലേ? ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് V1 ആണെന്ന് വിചാരിക്കുക, പ്ലസ് മൈനസ് ഇവിടെ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് +2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെഫർ ചെയ്യുക? റെഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ V2 ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ A ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് V2 ഈസ് ഈക്വൽ ടു A ഇൻറ്റു V1. ഇങ്ങനെയല്ല, V1 ബൈ A ആണ് ഇതല്ലേ, V1 ബൈ A എന്നല്ല നമ്മൾ എഴുതാം. V2 ഈസ് ഈക്വൽ ടു V1 ബൈ A. അപ്പോൾ ഇതിനെയാണ് നമ്മൾ V1 dash എന്ന് വിളിക്കുക, വിച്ച് ഈസ് നത്തിങ് ബട്ട് ദിസ് V2. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ V1 dash നമുക്ക് V2 തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അതിൽ നിന്ന് ഇക്വേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്താ വരിക? അപ്പോൾ ഞാനിവിടെ V2 തന്നെയാണ് എഴുതിയെന്ന് വരിക. V2 അറ്റ് നോ ലോഡ് കേട്ടോ, V2 അറ്റ് നോ ലോഡ്. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം V2 ഡിവൈഡഡ് ബൈ R2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പിഡൻസ് ആയിരിക്കും വരിക അല്ലേ? ഇതെല്ലാം നോ ലോഡിലുള്ള വോൾട്ടേജ് ആണ്. നോ ലോഡ് വോൾട്ടേജ് കറണ്ട് അല്ല, നോ ലോഡ് വോൾട്ടേജ് ആയിരിക്കും വരിക. V2 എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കറണ്ട് ആയിരിക്കും വരിക. അതായത് നെയിം പ്ലേറ്റ് റേറ്റിംഗ്സിൽ ഉണ്ടായിരിക്കുന്ന ഏതാണോ വോൾട്ടേജ്, ഏതാണോ കറണ്ട്, അതായിരിക്കും വരിക. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ V2 ഡിവൈഡഡ് ബൈ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും Z2 നമുക്കറിയാം അല്ലേ? Z2 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇമ്പിഡൻസ്. അപ്പോൾ ഞാൻ ഈ I2നെ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഇക്വേഷൻ വരിക? V2 ഡിവൈഡഡ് ബൈ V2 അറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ V2 അറ്റ് നോ ലോഡ് ഈസ് ഈക്വൽ ടു R2 cos phi പ്ലസ് X2 sin phi. I2 ഞാൻ പുറത്തേക്ക് എടുത്തിട്ടോ, ഡിവൈഡഡ് ബൈ V2 ഡിവൈഡഡ് ബൈ I2 എന്നാക്കി. അപ്പോൾ V2 ഡിവൈഡ് ബൈ I2 എന്ന് പറഞ്ഞിരിക്കുന്നത് Z2 ആയിരിക്കും. Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സൈഡിലെ ബേസ് ഇമ്പിഡൻസ് ആയിരിക്കും വരിക. ഓക്കെ, ഇതെല്ലാം റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V2 റേറ്റഡ് ആണ്, I2 റേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ V2 ഡിവൈഡ് ബൈ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് ആയിരിക്കും, ഇമ്പിഡൻസും റേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും വരിക. അപ്പോൾ R2 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? ഈ V2 ബൈ X2 എനിക്ക് എഴുതാൻ പറ്റും, Z2 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ പെർ യൂണിറ്റ് വാല്യൂവിൻ്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ എന്ന് പറയുന്നതാണ് പെർ യൂണിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ R2 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഉണ്ട്, ഇവിടെ Z2 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഉണ്ട്. R2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. Z2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പിഡൻസ് ആണ്, അതും ബേസ് വാല്യൂ ആണ്. Z2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ആക്ച്വൽ വാല്യൂ ആണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും? പെർ യൂണിറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും RPU cos phi പ്ലസ് ഇതുപോലെ തന്നെ X2 ഡിവൈഡഡ് ബൈ Z2 ചെയ്ത് നിങ്ങൾക്ക് പറയാം XPU sin phi. അപ്പോൾ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ലാഗിങ് ലോഡിൻ്റെ കേസിൽ RPU cos phi പ്ലസ് XPU sin phi ആയിരിക്കും ഇക്വേഷൻ വരിക. ഇതാണ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഞാൻ പറഞ്ഞത്. പെർസെൻറ്റേജ് റെഗുലേഷൻ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് RPU cos phi പ്ലസ് XPU sin phi ആയിരിക്കും വരിക, പ്ലസ് ആയിരിക്കും വരിക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്ലിയർ ആയിരിക്കും. ഡെറിവേഷൻ ചിലപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയെന്ന് വരില്ല, എങ്കിൽ കൂടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതിന് സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലാഗിങ് ലോഡിൻ്റെയും യൂണിറ്റി പവർ ഫാക്ടർ ലോഡിൻ്റെയും ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സോ ഇതാണ് ഇക്വേഷൻ വരിക. പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് RPU cos phi പ്ലസ് XPU sin phi എന്നായിരിക്കും വരിക. ഇതാണ് അതിൻ്റെ ചെറിയൊരു ഡെറിവേഷൻ വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.